ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ്സിൽ ആൻഷ്യൻ ഇന്ത്യയെ കുറിച്ചാണ് പഠിക്കുന്നത് അഥവാ പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ. ചരിത്രാതീത കാലത്തെ ഇന്ത്യയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യയെ കുറിച്ചാണ്. അതായത് ഹിസ്റ്ററിക്ക് മുമ്പ്, ചരിത്രം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ചരിത്രത്തെക്കുറിച്ചൊക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നാണ്. എന്നാൽ ഇത്തരം റൈറ്റിങ്ങുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉള്ള ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് സ്റ്റഡീസിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അഥവാ ചരിത്രാതീത കാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്? അതിന് നമ്മളെ സഹായിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ആദ്യം പറയുന്നത്. സോഴ്സസ് ഓഫ് റീകൺസ്ട്രക്ടിങ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച്, വളരെ പഴയ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ച, അല്ലെങ്കിൽ ചരിത്രകാരന്മാരെ സഹായിച്ച സോഴ്സുകൾ എന്തൊക്കെയാണെന്ന്. അതിൽ ഒന്നാമത്തേത് റിലീജിയസ് സോഴ്സ് ആണ്. മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സോഴ്സുകളുണ്ട്. അതിലൊന്നാമത്തേത് വേദാസ്. ഋഗ്വേദ, അഥർവവേദ, യജുർവേദ, സാമവേദ, ഇങ്ങനെ 4 വേദങ്ങളാണുള്ളത്. ഇത് 1500 BC ഇടയ്ക്കാണ് എഴുതപ്പെട്ടതെന്ന് കരുതുന്നു. ഇത് ഹിന്ദു റിലീജിയനുമായിട്ട് ബന്ധം വരുന്നതാണ്. രണ്ടാമത്തേത് ഉപനിഷത്തുകളാണ്. ഇതും ഹിന്ദു റിലീജിയസ് ആണ്. പിന്നെ വരുന്നത് എപ്പിക്, രാമായണവും മഹാഭാരതവും. ഇതുകൂടാതെ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ, പാലി ലിപിയിൽ എഴുതപ്പെട്ടത് അല്ലെങ്കിൽ പാലി ഭാഷയിൽ എഴുതപ്പെട്ടത്, ത്രിപിടിക എന്നറിയപ്പെടുന്നതുമായ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ, പിന്നെ അങ്കാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജൈനാസ് റിലീജിയസ് ടെക്സ്റ്റ്. ഇങ്ങനെ മതവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ അക്കാലത്തെ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്ത് വരുന്ന സോഴ്സ് സെക്കുലർ ലിറ്ററേച്ചർ ആണ്. സാഹിത്യം, മതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സാഹിത്യകൃതികൾ. ഇതിനകത്താണ് നമ്മുടെ കാളിദാസ കൃതികളും മറ്റു വിഷയങ്ങളെ കുറിച്ചൊക്കെ എഴുതപ്പെട്ട കൃതികൾ വരുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്ര എന്ന് പറയുമ്പോൾ മനുസ്മൃതി പോലെ എഴുതപ്പെട്ട ഒരു ലോ ബുക്സ് ആണ്. നിയമത്തെക്കുറിച്ച്, നിയമസംഹിതയാണ് വരുന്നത്. രണ്ടാമതായിട്ട് കൗടില്യാസ് അർത്ഥശാസ്ത്ര. ഇത് മൗര്യ പീരീഡിലാണ് എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മൗര്യൻ പീരീഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാണിനി എഴുതിയ അഷ്ടാധ്യായി എന്ന ഗ്രാമർ ബുക്ക്, കൽഹണന്റെ മറ്റൊരു ഗ്രാമർ ബുക്കായ രാജതരംഗിണി, കാളിദാസന്റെ കൃതികൾ. അതിൽ തന്നെ ശാകുന്തളമൊക്കെ ആണെങ്കിൽ കാശ്മീരിലെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ, 12th സെഞ്ചുറിയിലെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ രാജാക്കന്മാരുടെ ബയോഗ്രഫീസ് ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹർഷന്റെ ഹർഷചരിത, ബാണഭട്ട എഴുതിയത് എക്സാമ്പിൾ. ഇതുകൂടാതെ സംഘം ലിറ്ററേച്ചർ, അതിനകത്ത് വരുന്ന ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയ കൃതികളൊക്കെ സംഘം ലിറ്ററേച്ചർ. ഇതെല്ലാം സെക്കുലർ ലിറ്ററേച്ചർ ആണ്, സാഹിത്യ കൃതികളാണ്. ഇതും ഇന്ത്യയുടെ ഒരു കാലത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഈ പറഞ്ഞ ലിറ്റററി റിസോഴ്സ് ഒന്നും അല്ലാത്തത്. അതിൽ വരുന്നത് ഇൻസ്ക്രിപ്ഷൻസ്. ഫോർ എക്സാമ്പിൾ അശോക ചക്രവർത്തിയുടെ പല ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, പല ശിലാശാസനങ്ങൾ, ശിലകളിൽ കൊത്തിവയ്ക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. പിന്നെ കോയിൻസ് ആണ്, പല രാജാക്കന്മാരുടെ കാലത്തുണ്ടായിട്ടുള്ള കോയിൻസ്. പിന്നെ ആർക്കിയോളജിയിലാണ് എക്സ്കവേഷനിലൂടെ പല സ്ഥലങ്ങളും ഖനനം ചെയ്ത് അല്ലെങ്കിൽ കുഴിച്ചെടുത്തിട്ട് ചരിത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷനൊക്കെ പുറത്തേക്ക് വന്നത്, ആർക്കിയോളജിക്കാർ ചെയ്യുന്ന റിസർച്ചിലൂടെ. പിന്നെ ജിയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ സ്റ്റഡീസ്, സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചും ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ടെക്നിക്കുകളുണ്ട്. പിന്നെ ഫോറിൻ ട്രാവലേഴ്സ്, ഫാഹിയാൻ, ഹുയാൻസാങ്, മാർക്കോപോളോ, ഇങ്ങനെയൊക്കെ വരുന്ന മെഗസ്തനീസ്, ഇവരെയൊക്കെ പോലെയുള്ള ഫോറിൻ ട്രാവലേഴ്സിന്റെ ബുക്കുകൾ. ഇതെല്ലാം നോൺ ലിറ്റററി റിസോഴ്സുകളാണ്. പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യയെ നമുക്ക് ആദ്യമായിട്ട് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്.
ആദ്യമായിട്ട് ശിലായുഗം ഒക്കെയാണ് വരുന്നത് അല്ലെ, ആദ്യത്തെ ഒരു ഏജ്. അതിനെ വളരെ റഫായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ശരിക്കും ഇത് എപ്പോൾ തുടങ്ങിയ ചരിത്രത്തിന്റെ ഏറ്റവും തുടക്കം നമുക്ക് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു റഫായിട്ട് ഒരു 5 ലക്ഷം BC മുതൽ 10,000 BC വരെ, അങ്ങനെ ആണ് ആ ഒരു ടൈം പറയുന്നത് റഫായിട്ട്. ആ ഒരു സമയമാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇതിനെ ശിലായുഗം എന്ന് പറയും, അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നു. ഈ സമയത്ത് മനുഷ്യരുടെ ജീവിത രീതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഹണ്ടേഴ്സ് ആൻഡ് ഫുഡ് ഗ്യാദറേഴ്സ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരുന്നു. പീപ്പിൾ ബിലോങ് ടു നെഗ്രിറ്റോ റേസ്. നെഗ്രിറ്റോ റേസിൽ വരുന്നത് ശരിക്കും പ്രീ ഹിസ്റ്റോറിക് മെൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മനുഷ്യരിൽ നിന്ന് തന്നെ രൂപത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉള്ളവരാണ്. നെഗ്രിറ്റോ റേസ് ആണ് ശരിക്കും ഇന്നത്തെ ഹോമോസാപ്പിയൻസ് ഫോമിലേക്കൊന്നും എത്തിയിട്ടില്ല, അതിന് മുമ്പുള്ള സ്റ്റേജ് ആണ് ഈ ഒരു സ്റ്റേജ്. പിന്നെ അന്ന് തന്നെ അവർക്ക് ഈ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഒന്നും ഇല്ല. അവർക്ക് സ്ഥിരമായിട്ടൊരു താമസം ഒന്നുമില്ല. അവർ താമസിച്ചിരുന്നത് ഓപ്പൺ സ്പേസസിലാണ്. അവരുടെ എക്സിസ്റ്റൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോമാഡിക് ആണ്, മീൻസ് വാണ്ടറിങ് പീപ്പിൾ. അവർക്ക് ഒരു സ്ഥലത്ത് താമസിച്ച് കൃഷി ചെയ്ത് ജീവിക്കാനൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ അലഞ്ഞു തിരിഞ്ഞ് കാണുന്നതിനെയൊക്കെ വല്ല മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ഭക്ഷിച്ചൊക്കെ കഴിയുന്ന നോമാഡിക്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരുന്നു. ഇനി അക്കാലത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ ചില കേവ്സിലൊക്കെ പെയിന്റിങ്സ് കണ്ടിട്ടുണ്ട്. ആനിമൽസിന്റെ പെയിന്റിങ്സ് വളരെ റഫായിട്ടൊക്കെയുള്ള ചില ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കണ്ടിട്ടുണ്ട്. ആൻഡ് നോ നോളജ് ഓഫ് അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, പോട്ടറി, ലേറ്റർ സ്റ്റേജ് ഹാഡ് നോളജ് ഓഫ് ഫയർ. അവർക്ക് ഒന്നിനെ കുറിച്ചും ഒരു ധാരണയില്ലായിരുന്നു. അഗ്രികൾച്ചറിനെ കുറിച്ചോ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിനെ കുറിച്ചോ, പോട്ടറി, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ, മൺകട്ടകൾ ഉണ്ടാക്കി വീട് വയ്ക്കുന്ന അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. ഈ പാലിയോലിത്തിക് ഏജിന്റെയും വളരെ ഒരു ലേറ്റർ സ്റ്റേജിൽ മാത്രമാണ് ഫയർ അഥവാ തീ അവർ കണ്ടുപിടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇനി അവർക്ക് ഒരു ലാംഗ്വേജേ ഇല്ലായിരുന്നു. they used only a few words or sounds. ചില സൗണ്ട്സ് ഉപയോഗിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നു, അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് ആയിരിക്കാം. ഇതാണ് പാലിയോലിത്തിക് ഏജിൽ വരുന്നത്. പാലിയോലിത്തിക് ഏജിന്റെ ലേറ്റർ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവർ ഹണ്ടേഴ്സ് ആയിരുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെയൊക്കെ കാലം പുരോഗമിച്ചു വന്നപ്പോൾ അവര് ഹാൻഡ് ഏക്സ് ഉണ്ടാക്കിയിരുന്നു. ഹാൻഡ് ഏക്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽ കൊണ്ടല്ല, മെറ്റലെ കണ്ടുപിടിക്കപ്പെട്ടിട്ടേ ഇല്ലായിരുന്നു, എല്ലാം കല്ലുകൾ കൊണ്ടാണ്. അതിൽ തന്നെ കല്ലുകളെ അവര് കുറച്ച് പോളിഷ് ചെയ്തൊക്കെ ഒരു വിധം ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ചോപ്പേഴ്സ്, ബ്ലേഡ്സ്, സ്ക്രൈപ്പേഴ്സ്, അതായത് കൂർത്ത കല്ലുകളെ പല രീതിയിലും ഉപയോഗിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇവരെ കോട്സൈറ്റ് മെൻ എന്നും പറയുന്നുണ്ട്. ഒരു ഹാർഡ് റോക്ക് ആയിട്ടുള്ള കോട്സൈറ്റ് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് കോട്സൈറ്റ് മെൻ ഓഫ് ഇന്ത്യ എന്നും പാലിയോലിത്തിക് ഏജിലുള്ള മനുഷ്യരെ വിളിച്ചിരുന്നു. ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടിലും പാലിയോലിത്തിക് മനുഷ്യർ ജീവിച്ചിരുന്നു. എക്സെപ്റ്റ് അതിൽ ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇതിൽ പറയുന്നത്. അലൂവിയൽ പ്ലെയിൻ ഓഫ് ഇൻഡസ് ആൻഡ് ഗംഗ, സദേൺ തമിഴ്നാടു, ഹില്ലി ഏരിയാസ് ഓഫ് വെസ്റ്റേൺ ഘട്ട്സ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിച്ച പാലിയോലിത്തിക് ടൂളിന്റെ പേര് പല്ലവാരം ഹാൻഡേക്സ് ആണ്. കണ്ടുപിടിച്ചത് ബ്രൂസ് ഫുഡ് എന്ന ഹിസ്റ്റോറിയൻ ആണ്. ഹാൻഡേക്സ് എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് ഓർക്കുക. പിന്നെ പാരലൽ സൈഡ് ബ്ലേഡ്സ്, ബോൺ ടൂൾസ്, എല്ലുകൊണ്ടുള്ള ചെറിയ ആയുധങ്ങൾ, കല്ലുകളെ പോളിഷ് ഒരുവിധം ഒക്കെ പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബ്ലേഡ് പോലെ ആക്കി ഉപയോഗിക്കുന്ന അത്തരം സ്റ്റോൺ ആയിരുന്നു അവരുടെ പ്രധാന ആയുധം. അതിനെ പല രീതിയിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സൈറ്റ്സുകളെ കുറിച്ചാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. താഴെ പറയുന്നതിൽ പാലിയോലിത്തിക് സൈറ്റ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ പാർട്സിലും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിൽ തന്നെ ചില ഭാഗങ്ങൾക്ക് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതിൽ ഏർലി പാലിയോലിത്തിക് സ്റ്റേജിൽ കാണപ്പെടുന്ന ആ ഒരു
ടൈമിൽ ആൾക്കാർ താമസിച്ചിരുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. സോഹൻ റിവർ, കാശ്മീർ, താർ ഡെസേർട്ട്, ഹിരൺ വാലി, ഭിംബട്ക റോക്ക് ഷെൽട്ടേഴ്സ്, ബേലൻ വാലി. ഈ ബേലൻ വാലിയിൽ പാലിയോലിത്തിക് കാലത്തും ആൾക്കാർ താമസിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കുറച്ചുകൂടെ നവീന ശിലായുഗത്തിലും ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ബേലൻ വാലിയിൽ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ട് വരുന്ന മിഡിൽ പാലിയോലിത്തിക് സൈറ്റുകൾ കാണാൻ പറ്റുന്നത് ഈ പറയുന്ന തുംഗഭദ്ര, നർമ്മദ നദിയുടെ തീരങ്ങളാണ്. ലേറ്റർ സ്റ്റേജിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, ഛോട്ടാ നാഗ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് പാലിയോലിത്തിക് സൈറ്റുകൾ വരുന്നത്. പാലിയോലിത്തിക് കാലഘട്ടം കഴിഞ്ഞ് അടുത്ത് വരുന്നത് മീസോലിത്തിക് ഏജ് ആണ്. മീസോലിത്തിക് ഏജ് ഇത് 10,000 മുതൽ 6,000 BC വരെയുള്ള കാലഘട്ടത്തിലാണ് മീസോലിത്തിക് ഏജ് വരുന്നത്. ഈ ഒരു ഏജിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ടൂൾസ്, ആയുധങ്ങൾ, ശില ആയുധങ്ങളുടെ സൈസ് റെഡ്യൂസ് ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അവര് വളരെ നന്നായിട്ട് പോളിഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ സൈസ് കുറയും തോറും അവർക്ക് അത് ആയുധം ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ റിഡക്ഷൻ ഇൻ സൈസ് ഓഫ് ടൂൾസ് ആണ് ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ചെറിയ സ്റ്റോൺ ടൂൾസ്, കല്ലുകൊണ്ടുള്ള ഒരു ടൂൾസിന് പറയുന്ന പേര് മൈക്രോലിത്സ്. മൈക്രോ മീൻസ് ചെറുതാണ്, അതുകൊണ്ട് തന്നെ മൈക്രോലിത്സ് എന്നാണ് പറയുന്നത്. ഒരു മൈക്രോലിത്ത് പീരീഡ് എന്നൊക്കെ പറയും മീസോലിത്തിക് ഏജിന്. മൈക്രോലിത്സ് യൂസ്ഡ് എന്നാണ്. ലിത്ത് മീൻസ് റോക്ക് എന്നാണ്. അപ്പോൾ മൈക്രോലിത്ത് ഏത് കാലഘട്ടവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേം ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മീസോലിത്തിക് ഏജ് ആണ്. സ്മോൾ സ്റ്റോൺ എന്നാണ് മീനിങ്. ഈ ഒരു കാലഘട്ടത്തിൽ they lived in temporary or semi-permanent settlement. ലിറ്റിൽ ബിറ്റ് ഡെവലപ്ഡ് ലാംഗ്വേജ്, ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രത്യേകതകൾ. ഒരു ടെമ്പററി സെറ്റിൽമെന്റ്, ഗുഹയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സെറ്റിൽമെന്റ് ഒക്കെ ഒരു സ്ഥലത്തൊക്കെ താമസിക്കാനൊക്കെ തുടങ്ങി. കുറച്ചുകൂടെ ഒരു ഫോർവേഡായി. ലിറ്റിൽ ബിറ്റ് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. ഈ ഒരു സ്റ്റേജിൽ ഹണ്ടിങ്, ഫിഷിംഗ്, ഫുഡ് ഗാദറിംഗ് ഇതൊക്കെയാണ് ഈ സ്റ്റേജിൽ ആൾക്കാരുടെ ജീവിത രീതികൾ. ഈ മീസോലിത്തിക് കാലഘട്ടത്തിൽ ഉള്ള ചില ഗ്രേവ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മരിച്ചുപോയ ആൾക്കാരെ അടക്കം ചെയ്തിരുന്ന ചില സ്ഥലങ്ങൾ ഖനനം ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് ബറീഡ് ഡെഡ് വിത്ത് ഗ്രേവ് ഗുഡ്സ്. മരിച്ചവരെ അവർക്കുള്ള ഭക്ഷണം മറ്റു സാധനങ്ങളൊക്കെ വെച്ച് അടക്കം ചെയ്തതായിട്ട് കാണാൻ പറ്റി. അത് കാണിക്കുന്നത് അവരുടെ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ആ ഒരു വിശ്വാസമാണ്, ബിലീഫ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക് സ്കിൽ ഉള്ള ആൾക്കാരായിരുന്നു. നമുക്കത് കാണാൻ പറ്റുന്നത് യുപിയിലെ കൈമൂർ ഹിൽസിലുള്ള സുഹാഗി ഘട്ടില്, അതുപോലെ ബിംബട്ക കേവ്സ്, കേരളത്തിലെ എഴുത്തു ഗുഹ, ഇങ്ങനെയുള്ള ചില സൈറ്റുകളിൽ മീസോലിത്തിക് കാലഘട്ടത്തിലേതെന്ന് കരുതപ്പെടുന്ന ആർട്ടിസ്റ്റിക് വർക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും പാലിയോലിത്തിക് കാലഘട്ടത്തിലെ പോലെ ആനിമൽസ് ആണ് ആർട്ടിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം കാണാൻ പറ്റാത്ത ഒരു ആനിമൽ എന്ന് പറയുന്നത് സ്നേക്ക് എന്നാണ്. നോ സ്നേക്സ് ആർ ഡെപിക്റ്റഡ്. അതിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല. അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് മീസോലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചിലത് മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. രാജസ്ഥാനിലെ ബെഗോർ, വൺ ഓഫ് ദ ലാർജസ്റ്റ് മീസോലിത്തിക് സൈറ്റ്സ് ഇൻ ഇന്ത്യ. മധ്യപ്രദേശിലെ ആദംഘർ, earliest evidence for the domestication of animals. Mahadaha, Chota Nagpur region, Birbhanpur in West Bengal. പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജും കഴിഞ്ഞിട്ട് നമ്മൾ നിയോലിത്തിക് ഏജിലേക്ക് കടന്നാൽ 8,000 മുതൽ 6,000 BC വരെയുള്ള കാലഘട്ടമാണ്. 8,000 to 6,000 BC. കുറച്ചുകൂടി ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്, ഡെവലപ്ഡ് സ്റ്റേജ് ആണ്, ഫുഡ് പ്രൊഡ്യൂസിംഗ് സ്റ്റേജ്, സെറ്റിൽഡ് എക്സിസ്റ്റൻസ്, പെർമനന്റ് ഹൗസ്.
സ്ഥിരമായിട്ടൊക്കെ സെറ്റിൽഡായി താമസിക്കാൻ, സെറ്റിൽഡ് ആകാനൊക്കെ കഴിഞ്ഞു. അറ്റാച്ച്ഡ് ഹൗസ് ആണ്. മേൽക്കൂര മേഞ്ഞ വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഫുഡ് പ്രൊഡ്യൂസിങ് ഏജ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൃഷി ചെയ്യാൻ തുടങ്ങി. അതിനു വേണ്ടിയിട്ട് പോളിഷ്ഡ് ടൂൾസ് ആൻഡ് ഷാർപ്പ് ആൻഡ് പോളിഷ്ഡ് ടൂൾസ് ഉപയോഗിച്ചിരുന്നു. ഫ്രൂട്ട്സ്, റാഗി, ഹോഴ്സ് ഗ്രാം ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ് കൃഷി ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ്. കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്സ് ഇതിനെയെല്ലാം ഇണക്കി വളർത്താൻ ആരംഭിച്ചു. ഡെവലപ്ഡ് ലാംഗ്വേജ് വന്നു. പിന്നെ ടെക്നോളജിയിൽ കുറച്ചുകൂടെ ഇന്നോവേഷൻസ് നടന്നു. സ്റ്റോൺ സെൽറ്റ്, അതായത് സ്റ്റോൺ കൊണ്ടുള്ള ആക്സിനെയാണ് സ്റ്റോൺ സെൽറ്റ് എന്ന് പറയുന്നത്. സ്റ്റോൺ സെൽറ്റ് ഈ ഒരു കാലത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ ബോൺസ് കൊണ്ട് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. ബോൺസ് കൊണ്ടുള്ള നീഡിൽസ്, സ്ക്രേപ്പേഴ്സ്, ഇവയ്ക്ക് പുറമെ പെൻഡന്റ്, ബാംഗിൾസ്, ഇയറിംഗ്സ് ഇതൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ച് പോട്ട്, മൺകല ഉണ്ടാക്കുന്ന ആ ഒരു വീൽ, പോട്ടറി, പോട്ടേഴ്സ് വീല് കണ്ടുപിടിക്കപ്പെട്ടതും അത് ഉപയോഗിച്ച് പോട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയതും മൺകലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും നിയോലിത്തിക് ഏജിലാണ്. പിന്നെ വില്ലേജിന്റെ ഒരു എമർജൻസ്, കമ്മ്യൂണിറ്റീസ് ആയിട്ട് ആൾക്കാർ താമസിക്കാൻ തുടങ്ങി. അവരുണ്ടാക്കിയ ഹൗസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സർക്കുലർ ഷേപ്പാണ്, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിൽ ഹൗസുകൾ ഉണ്ടാകാൻ തുടങ്ങി. അത് മാത്രമല്ല അവർക്ക് പിന്നെ ബോട്ട്സ്, സ്പിൻ, കോട്ടൺ, വൂൾ ഇതൊക്കെ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ചും വീവിംഗ് ടെക്നിക്സ് ഒക്കെ അറിയായിരുന്നു. വൂൾ ആൻഡ് കോട്ടൺ വീവ്സ്, തുണികളൊക്കെ നെയ്യാനൊക്കെ ആരംഭിച്ചു. പിന്നെ മഡും റീഡും ഉപയോഗിച്ച്, ചെളി ഉപയോഗിച്ച് വീടുണ്ടാക്കാനും, അതുപോലെ ഈ റീഡ്സ്, തഴപ്പായ അങ്ങനെ അത്തരം ചെടികൾ, സസ്യങ്ങളൊക്കെ ഉപയോഗിച്ച് മേൽക്കൂരയൊക്കെ മേയാനും ആരംഭിച്ചു. അത് മാത്രമല്ല ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ സെക്സ് ആൻഡ് ഏജ്, ഇതൊക്കെയാണ് നിയോലിത്തിക് ഏജിന്റെ പ്രത്യേകതകൾ. 8000 to 6000 BC. ഇതിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് പല പല സ്ഥലങ്ങളനുസരിച്ച്. ചിലയിടത്ത് 8000 മുതൽ 6000 വരെയാണ്, ചിലയിടത്ത് 8000 മുതൽ 3000 വരെയാണ്, ചിലയിടത്ത് 8000 മുതൽ 1000, അങ്ങനെ ചില വേരിയേഷൻസ് ഒക്കെ പലയിടത്തും വരുന്നുണ്ട്. ചില നിയോലിത്തിക് സൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ബേലൻ വാലി എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇത് 3 കാലഘട്ടത്തിലും ഉൾപ്പെടുന്ന സൈറ്റ് ആണ് ബേലൻ വാലി. പാലിയോലിത്തിക് സൈറ്റുമാണ്, മിസോലിത്തിക് സൈറ്റുമാണ്, നിയോലിത്തിക് സൈറ്റുമാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയോലിത്തിക് സൈറ്റ് ആണ് മെഹർഗർ, പാകിസ്ഥാനിലാണ്. ഈ 3 കാലഘട്ടം കഴിഞ്ഞാല് കോപ്പർ സ്റ്റോൺ ഏജ് ആണ് വരുന്നത്, അഥവാ ചാൽക്കോലിത്തിക് ഏജ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ എമർജൻസ് ഓഫ് മെറ്റൽസ് ആണ് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത. അതിൽ തന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ, മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ കോപ്പർ ആണ്. പിന്നീട് ബ്രോൺസും ഉപയോഗിച്ചിരുന്നു. ഒന്നുകിൽ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രീ ഹാരപ്പൻ ആണ്, അല്ലെങ്കിൽ കണ്ടംപററി ഓഫ് ഹാരപ്പൻ ആയിട്ട് കണക്കാക്കുന്നു. ഈ ചാൽക്കോലിത്തിക് ഏജ് 3000 മുതൽ 500 BC വരെയാണ് ചാൽക്കോലിത്തിക് ഏജ്. നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയി, BC ആണ്. 3000 മുതൽ 500 BC വരെയുള്ള കാലഘട്ടമാണ്. പ്രീ ഹാരപ്പനിലും വരും, കണ്ടംപററി ഓഫ് ഹാരപ്പനും വരുന്നുണ്ട് ഈ ഒരു പീരീഡില്. അഗ്രികൾച്ചർ, കാറ്റിൽ റെയറിംഗ്, ഹണ്ടിങ്, ഫിഷിംഗ് അങ്ങനെ വളരെ കുറച്ചുകൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. കൃഷി ചെയ്തിരുന്ന ധാന്യങ്ങൾ ഇതൊക്കെയാണ്: റൈസ്, ബജ്റ, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, ഗ്രാസ് പീ. ഓൾസോ ഡൊമസ്റ്റിക്കേറ്റഡ് കൗസ്, ഷീപ്പ്, ഗോട്ട്സ്, പിഗ്സ്, ബഫലോസ് ഇതിനെയൊക്കെ ഇണക്കി വളർത്തിയിരുന്നു. അതേസമയം
ഹോഴ്സിനെ കുറിച്ച് ഇവർക്ക് ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇണക്കി വളർത്താത്ത മൃഗമാണ് ഹോഴ്സ് ചാൽക്കോലിത്തിക് ഏജിൽ. ബാക്കിയെല്ലാം ഡൊമസ്റ്റിക്കേറ്റഡ് ആയിരുന്നു. പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ച് പല ടൈപ്പ് ഓഫ് പോട്ട്സ് ഉണ്ടാക്കിയിരുന്നു. റെഡ് പോട്ടറിയും ബ്ലാക്ക് പോട്ടറിയും ഉണ്ടാക്കിയിരുന്നു. പല വെറൈറ്റി പോട്ട്സുകൾ തന്നെ അവർ ഉണ്ടാക്കിയിരുന്നു. അതേസമയം വീട് വെക്കുന്ന കാര്യത്തിൽ അവർക്ക് ഈ കട്ടകൾ കട്ടകൾ ചുട്ടെടുത്ത് വീട് വെക്കുന്ന രീതി അവർക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. ബേൺഡ് ബ്രിക്ക് അത്തരം കാര്യങ്ങൾ അറിയില്ലായിരുന്നു. മഡ് ബ്രിക്ക് ഉപയോഗിച്ചാണ് വീടുണ്ടാക്കിയിരുന്നത്. താച്ചഡ് ഹൗസ് ആയിരുന്നു, മഡ് ബ്രിക്സ് ആയിരുന്നു. അപ്പോഴും ബേൺഡ് ബ്രിക്ക് അറിയില്ലായിരുന്നു. അന്നത്തെ കാലത്തെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇമേജ് ഓഫ് എർത്ത് ഗോഡസ്, ചില ദേവതകളുടെ ഇമേജ് കണ്ടെത്തിയിട്ടുണ്ട്. മദർ ഗോഡസിനെയൊക്കെ ആരാധിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു, പ്രത്യേകിച്ചും എർത്ത് ഗോഡസ്. Then the bull was the symbol of religious cult. ബുള്ളിന്റെ രൂപം ഇമേജ് കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഉള്ളതായിരുന്നു എന്ന് കരുതപ്പെടുന്നു. മാത്രമല്ല ഓർണമെന്റ്സ് ആൻഡ് ഡെക്കറേഷനിൽ താല്പര്യമുള്ള ആൾക്കാരായിരുന്നത് കൊണ്ട് തന്നെ ഷെൽ ആൻഡ് ബോൺസ് അവർ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഷെല്ലും ബോൺസും അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പല ഓർണമെന്റ്സും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അവര് കോപ്പർ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കോപ്പർ ഉപയോഗിച്ച് ഓരോന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. നല്ല എക്സ്പേർട്ട് കോപ്പർ സ്മിത്ത് ആയിരുന്നു. സ്പിന്നിങ്ങും വീവിങ്ങും പരിചയം ഉണ്ടായിരുന്നു. Did not know the use of writing. റൈറ്റിങ്ങിനെ കുറിച്ച് അപ്പോഴും ഐഡിയ ഇല്ല. അക്കാലത്ത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണെന്ന് കരുതപ്പെടുന്നു. അത് കാരണം ഇൻഫൻസിന്റെയൊക്കെ ഡെഡ് ബോഡീസ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് ഒരുപാട്. സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇവിടെയൊക്കെയാണ് ചാൽക്കോലിത്തിക് സൈറ്റ്സ് കണ്ടെത്തിയിട്ടുള്ളത്.